വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് LDF നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര RDO ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. ഇതിനിടെ 1,20,00,000-ഓളം രൂപയുടെ പണവും സ്വർണവും തട്ടിയെടുത്തതായി വടകര പോലീസിൽ സൊസൈറ്റിക്കെതിരെ പുതിയൊരു പരാതിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തുക, ഇബ്രാഹിംകുട്ടി ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം 1,20,00,000-ഓളം രൂപയുടെ പണവും സ്വർണവും തട്ടിയെടുത്തതായി വടകര പോലീസിൽ പുതിയ പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വള്ളിക്കാട് സ്വദേശി അഹമ്മദ് നൽകിയ പരാതിയിലാണ് വടകര പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 18,000 രൂപ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കമെന്ന് അഹമ്മദ് പറഞ്ഞു. തെളിവെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഗോൾഡിൻ്റെ ഫോട്ടോ, ചെക്കും, എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ അഞ്ച് പേരുണ്ട്. അതിൽ സുധീരനും മറ്റേ മജീദ്, റിനീഷാണ് വാങ്ങി വെക്കൽ. ഈ സൊസൈറ്റി പിന്നെ ഹൈവേ മേലുള്ള സമയത്താണ്. ഹൈവേ മേൽ ആദ്യമുള്ള സൊസൈറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനാ ഫസ്റ്റ് ഇട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിന്നേ ഏകദേശം ഒരു വർഷത്തോളം കിട്ടി. ഒരു വർഷത്തിൻ്റെ മേലെ ഏകദേശം കിട്ടിക്കുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഡൗണായിപ്പോയി. തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി പ്രീന ജയരാജ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഇന്ന് കീഴടങ്ങി. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങിയത്. കേസിലെ 2-3 പ്രതികളായ സുധീർ കുമാറിനെയും റിനീഷിനെയും കോടതി ഇന്നലെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കടത്തനാട് സൊസൈറ്റിയിൽ 2.16 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.